സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അനുപമ ഫിലിംസിന് വേണ്ടി വേണുഗോപാലൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ടാക്സി കാർ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമ CID നസീർ എന്ന സീരീസിന്റെ രണ്ടാം ഭാഗമാണ്. ഈ ചിത്രത്തിൽ പ്രധാനമായും അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ, അടൂർ ബാസി, വിജയശ്രീ, സാധന, ജോസ് പ്രകാശ്, അങ്ങനെ കുറച്ചധികം ബഹദൂർ, അങ്ങനെ കുറച്ചധികം താരനിരകൾ തന്നെ ഈ സിനിമയിലുണ്ട്. 1972 ഏപ്രിൽ 14 ഈ സിനിമ റിലീസായത്. ഈ സിനിമയുടെ സംഗീതം RK ശേഖറാണ്. RK ശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ AR റഹ്മാന്റെ അച്ഛനാണ്. അന്നത്തെ കാലത്ത് തന്നെ ഏറ്റവും നല്ല ബിഗ് ബഡ്ജറ്റ് മൂവികളിൽ ഒന്നാണ് ടാക്സി കാർ എന്ന് പറയുന്ന സിനിമ. നമുക്ക് എന്തായാലും ഈ സിനിമയുടെ ഒരു ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നോക്കാം. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു പെട്രോൾ പമ്പ് ആണ്. പെട്രോൾ പമ്പിലേക്ക് ഒരു കാർ വരുന്നു. ആ കാറിനകത്ത് നിന്ന് വിൻസെന്റ് ആണ് ഇറങ്ങി വരുന്നത്. പെട്രോൾ അടിക്കുന്നു, അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് ആൾ കാറും കൊണ്ട് പോവാണ്. അപ്പൊ അങ്ങനെ ആ പെട്രോൾ പമ്പിന്റെ ഉടമ ആ ജീവനക്കാരനോട് പറയാണ്, എന്തായാലും ഒരു 1000 റുപ്യ ഉണ്ട്, നീ അത് കൊണ്ടുപോയിട്ട് റോയൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കാൻ പറയാണ്. അങ്ങനെ ഈ ജീവനക്കാരൻ റോയൽ ബാങ്കിൽ എത്തുന്നു. അവിടെ വെച്ചിട്ട് പൈസ കൊടുക്കുന്നു. അപ്പൊ അവിടുത്തെ കാഷ്യർക്ക് ഒരു ചെറിയൊരു സംശയം, അതിലൊരു നോട്ട് കള്ളനോട്ടാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു സംശയം നമ്മുടെ ബാങ്ക് മാനേജർ, അടൂർ ബാസിയാണ് ബാങ്ക് മാനേജർ, നമ്പ്യാർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ അങ്ങനെ മാനേജറിന്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പൊ മാനേജർ ഇത് നോക്കിയിട്ട് പറയുന്നു, ഓ ഇവൻ വ്യാജനാണ്. ഗവൺമെന്റിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷെ നോക്കുമ്പോൾ അത് വ്യാജം തന്നെയാണ്. അപ്പൊ പോലീസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി പറയാണ്. ആ വന്ന നമ്മുടെ ജീവനക്കാരൻ അവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ നോക്കാനും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് അവിടെ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, ആ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ പെട്രോൾ പമ്പിലത്തെ ഉടമയും കൂടി പോലീസുകാര് അങ്ങോട്ട് വിളിച്ചു വരുത്തണം. അപ്പൊ പറയുന്നുണ്ട്, അപ്പൊ ആ പമ്പിന്റെ ഉടമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കുറെ അനവധി കാലമായിട്ട് അറിയുന്നതല്ലേ, ഇപ്പൊ ഞങ്ങൾക്ക് 100ന്റെ നോട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പേടിയാണ്. ഇദ്ദേഹത്തിന് ആ പെട്രോള് അടിക്കാൻ വന്ന ആളെ ഒരു മാന്യനായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് മേടിച്ചത് എന്നുള്ളതാണ്. അപ്പോ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനി മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ കണ്ടാലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്തായാലും നിങ്ങൾ ഇപ്പൊ ഈ കേസിൽ പ്രതിയാണ്. എന്തായാലും ഈ കേസ് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അതിന്റെ പുറകെ നടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാർ എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇതാവും എന്ന് പറയുമ്പോൾ, നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ജാമ്യത്തിൽ പൊക്കോളൂ എന്നുള്ളതും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞേക്കാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും അടൂർ ബാസിയുടെ അവിടെ ബഹദൂറിന്റെ ക്യാരക്ടർ വരികയാണ്. നടത്തറ രാജപ്പൻ എന്നാണ് ബഹദൂറിന്റെ പേര്. പൂനിലാവ് ദിനപത്രത്തിന്റെ ഓണറും എഡിറ്ററും പ്രൊപ്പറേറ്ററും അച്ചടിക്കുന്ന ആളും ഒക്കെ പുള്ളി തന്നെയാണ്. അപ്പൊ പുള്ളി അവിടെ വരികയാണ്. നമ്മുടെ അടൂർ ബാസിയെ കാണുന്നു, ചോദിക്കുന്നു നിങ്ങളുടെ അവിടെ എന്താണ് കള്ളനോട്ടിനെ പറ്റി ചോദിക്കുന്നു, എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പൊ അടൂർ ബാസി പറഞ്ഞു, എനിക്ക് ഇതിനെ പറ്റി ഒന്നും പറയാൻ അറിയില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയാന്നിട്ടൊക്കെ പറയുന്നു. അപ്പൊ എന്നിട്ട് ബഹദൂർ പറയാണ്, ഞാൻ നിങ്ങളെ പറ്റിയിട്ട് വാനോളം പുകഴ്ത്തും, നിങ്ങൾ നാടിന്റെ അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാനോളം പുകഴ്ത്തി ഇതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബഹദൂർ തിരിച്ചു പോവുകയാണ്. അപ്പൊ അതിനിടയിൽ തന്നെ അതായത് അവിടെ വേറൊരു സംഭവങ്ങളും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ പിന്നീട് കാണിക്കുന്നത് ഒരു ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ ഒരു 3-4 പേര് ഇരുന്ന് സംസാരിക്കുന്നു. CID ഓഫീസേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ കള്ളനോട്ടിന്റെ കാര്യങ്ങൾ അനവധിയായിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് 100 രൂപ നോട്ടുകളൊക്കെയാണ് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളും കടത്തപ്പെടുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് സഹായിക്കാനായിട്ട് നമുക്ക് എന്തായാലും CID സീറിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കണം, കേന്ദ്രത്തിൽ നിന്ന് ക്ഷണിക്കണം എന്നുള്ളത് അവർ വർത്താനം പറയുന്നു. അതിനനുസരിച്ചിട്ട് നേരെ പിന്നെ കാണിക്കുന്നത് ഡൽഹിയിലെ CID ഓഫീസ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ പ്രേം നസീറിന്റെ വളരെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. അപ്പൊ അവിടെ CID നസീർ ഇരിക്കുന്നു. അപ്പൊ ആ സമയത്താണ് അവിടെ ഗീത എന്ന് പറഞ്ഞ സ്റ്റാഫ് വന്നിട്ട് വിളിക്കുകയാണ്. സൗന്ദര്യ വർണ്ണനകളൊക്കെ ഉണ്ട് പ്രേം നസീറിന്റെ. അത് കഴിയുമ്പോൾ ഗീത പറയുന്നു, നിങ്ങള് ഒരു പ്രധാനപ്പെട്ട CID ഓഫീസാണ്, നാടിന്റെ അഭിമാനമാണ്, അത് നിലവിട്ട് മറക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് പറയുന്നു. ആ ഒരു രസത്തില് താങ്കളെ ഓഫീസർ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ഓഫീസറെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓഫീസറെ കാണാൻ വേണ്ടി പോകുമ്പോ ഓഫീസർ പറയാണ്, നമ്മുടെ കേരളത്തിൽ താങ്കൾക്ക് ഒന്നും കൂടി പോകേണ്ടി വരും. അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കള്ളനോട്ടുകളും പിന്നെ കൂടാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ സേവനം ഇപ്പൊ അവിടെ ആവശ്യമാണെന്ന് പറയുന്നു. അപ്പൊ തന്നെ തൊട്ടുപുറകിൽ ബാസി കയറി വരുന്നു. ബാസി എന്ന് പറയുന്നത് അടൂർ ബാസിയാണ്, അതിന്റെ രണ്ടാമത്തെ ക്യാരക്ടറാണ്. അത് മെയിൻ അടൂർ ബാസി വരുന്നു. അപ്പൊ അടൂർ ബാസി ഡബിൾ റോൾ ആണെന്ന് മനസ്സിലാക്കും. അപ്പൊ ബാസി വരുന്നു. അപ്പൊ ബാസിയോടും കൂടിയിട്ട് ഓഫീസർ പറയാണ്, നിങ്ങൾ കേരളത്തിലേക്ക് പോകണമെന്ന് പറയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിലേക്ക് പോകാൻ സന്തോഷമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോ എനിക്കൊരു ഉപകാരം കൂടി ചെയ്തു തരണം, കേരളത്തിലേക്ക് എനിക്ക് ഭാര്യയ്ക്കും കൂടി ഒരു ടിക്കറ്റ് എടുത്തു തരണം എന്ന് പറയുന്നു. അപ്പോൾ ഓഫീസർ അതിനെന്താ, ഞാനിപ്പോ തന്നെ ബുക്ക് ചെയ്യാം, ശ്രീലത എന്നാണ് പേര്,
ഭാര്യയുടെ പേര്. അപ്പൊ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രേം നസീർ പറയുന്നുണ്ട് ഇവര് രണ്ടുപേരും ഇന്ന് പോയിക്കോട്ടെ, നാളെ ഞാൻ പോവാന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചതാ മതി എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും കേരളത്തിലേക്ക് നമ്മുടെ കഥ വരികയാണ്. അപ്പൊ ഒരു കാറില് അടൂർ ബാസി പോകുന്നത് ഒരു സിംഗിന്റെ വേഷത്തിലാണ്. അപ്പൊ ആ സിംഗിന്റെ വേഷത്തിലേക്ക് എത്തിപ്പെടുന്നതും ഭാര്യയുമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. സിംഗിന്റെ വേഷത്തിലാണ് അദ്ദേഹം പോകുന്നത് വരുന്നത്. അപ്പോൾ പ്രേം നസീറിന്റെ ഡ്രൈവറായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ അവിടെ തന്നെ വേറൊരു കാറ് പെട്രോൾ അടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ആ കാറ് നമ്മുടെ ജോസ് പ്രകാശാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശിവറാം എന്നാണ്. അപ്പൊ പ്രേം നസീർ ഹായ് ശിവറാം എന്ന് പറയുന്നത്, ഹായ് നസീർ സാർ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും അവർ വീണ്ടും പരിചയമൊക്കെ പുതുക്കുന്നു. അപ്പൊ ശിവറാം പറയാണ് പട്ടണത്തിലെ ഏറ്റവും വലിയ ഹോട്ടല് എന്റെ ഹോട്ടലാണ്, താങ്കൾക്ക് എന്തായാലും ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു ദിവസം വരാമെന്ന് പറയാണ്. പിന്നെ അവിടുന്ന് പ്രേം നസീറും അടൂർ ബാസിയും കൂടി അവിടുന്ന് വണ്ടി എടുക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കാറിലൊരു ലേഡി കൈ കാണിക്കുകയാണ്, എനിക്കൊരു ലിഫ്റ്റ് വേണം, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അത് നമ്മുടെ വിജയശ്രീ ആണ്. സിനിമയിലെ പേര് റാണി എന്നാണ്. അപ്പോ റാണി കൈ കാണിച്ച് നിർത്തുന്നു. അപ്പൊ തരാലോ എന്ന് പറഞ്ഞിട്ട് ഇവരടുത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടുന്ന് കാറിന്റെ സൈഡിൽ നിന്നൊക്കെ ഒരു 4-5 വില്ലന്മാരൊക്കെ വന്നിട്ട് ഗംഭീര അടിയാണ്. പിന്നെ നല്ലൊരു സംഘടന രംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ അതിനിടയിൽ അടൂർ ബാസി വന്നിട്ട് ഈ റാണിയുടെ കാറിന്റെ എന്തോ ഒരു വിക്രിയ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഇതിനിടയിൽ റാണി ഓടിച്ചെന്ന് തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പ്രേം നസീറും അടൂർ ബാസിയും കൂടി വരുന്നു. എന്ത് പറ്റി, കാർ സ്റ്റാർട്ട് ആവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അയക്കരുത് എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രേം നസീർ പറഞ്ഞു ഇല്ല, തെറ്റിദ്ധാരണകളൊന്നുമില്ല, അപ്പൊ എനിക്ക് ഇന്ന സ്ഥലം വരെ ഒന്ന് പോകേണ്ടതുണ്ട് പറഞ്ഞു. അപ്പൊ അതിനെന്താ, ഞങ്ങൾ ലിഫ്റ്റ് തരാലോ എന്ന് പ്രേം നസീർ പറയാണ്. അപ്പൊ അങ്ങനെ പ്രേം നസീറിന്റെ കാറിലേക്ക് റാണി കയറുന്നു. അപ്പൊ അടൂർ ബാസിയോട് പറയുന്നുണ്ട് താങ്കൾ പിന്നിലിരുന്നോളൂ, ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ റാണിയെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഇറക്കി വിടണം. ബാനർജി റോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഇറക്കി വിടും. അതിനുശേഷം കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഈ റാണി കൊള്ളസങ്കേതത്തിലേക്ക് വരുന്നതാണ്. അപ്പോ അവിടെ വെച്ചിട്ട് അവരോട് പറയണം CID നസീറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ശക്തരാണ്. അപ്പൊ നമ്മുടെ ആളുകൾ തോറ്റു എന്ന് പറയാം. മെയിൻ ആയിട്ട് ഉള്ള ആള് ചോദിക്കുന്നുണ്ട്, ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ചോദിക്കുകയാണ് ശരി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നിന്റെ കടക്കണ്ണ കൊണ്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇതില് 100% താല്പര്യമുണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവള് പറയുന്നുണ്ട് എനിക്ക് താല്പര്യക്കുറവൊക്കെ ഉണ്ട്, എനിക്ക് എന്നാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾക്ക് ഒരിക്കലും ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, എങ്കിലും നിവൃത്തികേട് കൊണ്ട് വർക്ക് ചെയ്യാണ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന് ആ കൊള്ളത്തലവൻ കൊടുക്കുന്ന മറുപടി എന്താന്ന് വെച്ചാല്, നീ 100% ആത്മാർത്ഥമുള്ളതായിരിക്കണം, നമ്മുടെ സങ്കേതത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് നീ. അതില്ലെങ്കിൽ നിന്റെ പുറകിൽ എപ്പോഴും കാഞ്ചി വലിച്ചുകൊണ്ട് ഒരു തോക്കുണ്ടാവും. നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഞ്ചി വലിക്കേണ്ടി വരും, നീ മരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അറിയാന്ന് പറയുന്ന അവള് പോകുന്നു. ആ സമയത്ത് വേറൊരു പെണ്ണിനെയും കൊണ്ട് അവിടെ ഒരാള് വരുന്നുണ്ട്. അപ്പൊ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അറബി ഉണ്ട്. അപ്പൊ അയാൾക്ക് പെണ്ണ് വേണം. അവൾ അറബി നാട്ടിൽ നിന്ന് പൊന്ന് ഇവിടെ കൊണ്ടുനോക്കും, ഇവിടുന്ന് ലേഡീസിനെ സപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി. ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രേം നസീർ വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം പ്രേം നസീറിന്റെ നേരത്തെ പറഞ്ഞ ഓഫീസ് ഉണ്ടല്ലോ, നസീറിനെ വിളിക്കണം, കേന്ദ്രത്തിൽ നിന്ന് സഹായം, അവിടെ ഓഫീസിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ കണ്ണടയൊക്കെ ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ചിലപ്പോ ആൾക്കൊക്കെ ചിലപ്പോ CID നസീർ എന്ന് പറഞ്ഞ പടത്തില് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ എനിക്കത് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പൊ അവിടെ ഇരിക്കുന്നു. അപ്പൊ ആള് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാണ്. നസീറിന്റെ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായിട്ടുണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ നസീർ പറയുന്നുണ്ട് ശരിയാണ്, ഞാനൊരു 100 രൂപ ഇവിടെ ചെലവാക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ പറയുന്നുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നസീർ, താങ്കൾ ശ്രദ്ധിച്ചോ, വൈകുന്നേരങ്ങളിൽ സ്ത്രീകളാരും നമ്മുടെ നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതിന്റെയും പ്രധാനപ്പെട്ട കാരണം എന്നതൊക്കെയാണ്. അപ്പൊ നസീർ ഉണ്ട് ഇത് രണ്ടും ചെയ്യുന്നത് ഒരു കൂട്ടർ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് വളരെ സൈലന്റ് ആയിട്ട് വേണം കേസ് അന്വേഷിക്കാൻ, നമ്മൾ പെട്ടെന്ന് ഒരു വൈബ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ പ്രേം നസീർ സംസാരിക്കുന്നു. യെസ്, അത് തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബഹദൂർ വീണ്ടും ഒരു ഫാദർ ഫെഡറിക്കിന്റെ അടുത്തേക്ക്, ഫാദർ ഫെഡറിക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരിക. TS മുത്തയ്യാണ് ഫാദർ ഫെഡറിക് ആയിട്ട് അഭിനയിക്കുന്നത്. അങ്ങോട്ട് ബഹദൂർ വന്നിട്ട് ഫാദറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഫാദർ സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നു. അപ്പൊ ഫാദറും കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ബഹദൂർ പറയാണ് ഞാൻ വന്നത് ഒരു രഹസ്യം ചോദിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫാദർ ഫെഡറിക് പറയാണ്
ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പരസ്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഒരു കോമഡി രൂപത്തിൽ പറഞ്ഞാൽ എനിക്ക് പരസ്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയൂ പത്രാധിപരെ, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ സംഭാഷണങ്ങൾ പോകുന്നു. അല്ല, ഇവിടെ ഒരു നാട്ടിലൊരു സംസാരമുണ്ട്, നിങ്ങളുടെ അനാഥാലയത്തിലെ 2 ലേഡികളെ കാണാനില്ല, അപ്പൊ അതിന്റെ പിന്നിൽ താങ്കളാണോ എന്നൊക്കെ ഒരു സംസാരമുണ്ട് എന്ന് പറയും. അപ്പോ ഫാദർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നോക്കാം, അവിടെ അവര് ജോലി ചെയ്യുന്നുണ്ട്. 100 ചില്ലാനം അന്തേവാസികളുള്ളത് ഇവിടെ എല്ലാവർക്കും എന്നെ കൊണ്ട് ചെലവ് കൊടുക്കാൻ പറ്റണ്ടേ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ അതെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരി, അപ്പോ ഫെഡറിക് പറയുന്നു, ഫാദർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ പത്രത്തിൽ ഞങ്ങളുടെ ഈ ചെറിയ ഒരു അനാഥാലയത്തെ പറ്റിയിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് എഴുതണം, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യമായിട്ട് തീർച്ചയായിട്ടും എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് ബഹദൂർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഇതില് പ്രേം നസീർ നമ്മുടെ ജോസ് പ്രകാശ് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവിടെ കാണാൻ വേണ്ടി പോകണം. അപ്പൊ ജോസ് പ്രകാശ് ആളൊരു പെണ്ണുങ്ങളോടൊക്കെ ഒരു കൊഞ്ചലും കുഴലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ജോസ് പ്രകാശിന്റെ അകത്ത് ഒരു ലേഡി ഉണ്ട്. പ്രേം നസീർ ആകെ ചമ്മി, അയ്യോ സോറി എന്ന് വാക്കൊക്കെ പറയണു. അപ്പൊ ജോസ് അല്ല കുഴപ്പമില്ല വന്നോളൂ, ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല, അറിയാലോ ഞാൻ വിവാഹിതനാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ സംസാരിച്ച് പിന്നെ അവര് പോകുന്നു. പിന്നെ ഒരു സമയത്ത് നമ്മുടെ ജോസ് പ്രകാശിനെ സംശയമുണ്ട് പ്രേം നസീറിന്. അതേപോലെ തന്നെ നമ്മുടെ അടൂർ ബാസി ഉണ്ടല്ലോ, നമ്മുടെ CID ബാസി. അപ്പൊ പുള്ളിക്കും ഫെഡറിക്കിന് ഒരു സംശയം. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നസീറിന് ഒരു ലെറ്റർ. അപ്പൊ ആ ലെറ്ററിൽ ഫെഡറിക്കിന്റെ അതായത് നമ്മുടെ ബഹദൂർ പറഞ്ഞിട്ട് പോയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഫെഡറിക്കിന്റെ ആ ലേഡീസിന്റെ കാര്യങ്ങൾ. അപ്പോ ലേഡീസിനെ കടത്തപ്പെട്ടെന്നോ എന്നുള്ളൊരു സംശയത്തില്ല. ആ ഒരു സംഭവം നമ്മുടെ പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ലെറ്റർ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പ്രേം നസീർ എടുത്തത് അടൂർ ബാസി വായിക്കണം. അപ്പൊ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു സംശയത്തിന്റെ മുന്നിൽ വരികയാണ്. അപ്പൊ ഫാദർ ഫെഡറിക്, ജോസ് പ്രകാശ് ഇവരൊക്കെ ഇതിന്റെ മുൾമുനയിലാണ്. അപ്പൊ ഇതിനിടയിൽ വിൻസെന്റ്, അതായത് വില്ലന്റെ വലങ്കയാണ് ആ വിൻസെന്റ് നമ്മുടെ റോയൽ ബാങ്കിൽ ചെല്ലുന്നു, ക്യാഷ്യറേക്ക് ഒന്ന് നിരീക്ഷിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനുശേഷം രാത്രി ആ ക്യാഷ്യറുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ തോക്കൊക്കെ എടുത്തിട്ട് അതിൽ കുഞ്ചനും കൂടി ഉണ്ട് കേട്ടോ. കുഞ്ചൻ അധികം ഡയലോഗൊന്നുമില്ല, ഒരു എന്താ പറയാ, കുറച്ച് കൂട്ടുകാരുണ്ടാവുമല്ലോ, അതായത് കുറച്ച് കൂട്ടാളികൾ ഉണ്ടാവുമല്ലോ ഗുണ്ടകളുടെ ഒപ്പം. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടാളിയാണ് പുള്ളി. ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി ഒരു ഒരു ഗുണ്ടയുടെ ലുക്ക് തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ ക്യാഷ്യറോട് പറയുന്നു, മര്യാദക്കല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. അതായത് ഞങ്ങളുടെ ഏജന്റ് അവിടെ വരുന്ന സമയത്ത് ഞങ്ങളുടെ കള്ളനോട്ടുകൾ നിങ്ങൾ എടുക്കുക, നല്ല നോട്ടുകൾ ഞങ്ങൾക്ക് തരിക. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തട്ടിക്കളയും പറഞ്ഞു. അയ്യോ വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് വിൻസെന്റ് പോകണം. അപ്പൊ ഒരു കോഡ് ഭാഷ പറഞ്ഞു കൊടുക്കുക, ടിക്ടോക്ക് എന്നായിരിക്കും കോഡ് ഭാഷ ഞങ്ങളുടെ ഏജന്റ് വരുമ്പോൾ. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ ഒരു ഏജന്റ് വരുന്നു, ടിക്ടോക്ക് എന്ന് പറയുന്നു, ആ കള്ളനോട്ട് മേടിച്ചു വെക്കുന്നു, ഇയാൾ നല്ല നോട്ട് കൊടുക്കും. അങ്ങനെ ആ ബിസിനസ് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഇപ്പൊ കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ അടൂർ ബാസി ശ്രീലതയോട് പറയുന്നുണ്ട്, അതായത് തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നിന്റെയും കൂടി സഹായം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജോസ് പ്രകാശ് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതിന് പ്രേം നസീർ പിന്നെ ഒരു ദിവസം വിളിക്കും, ഞാൻ താങ്കളെ ഇന്ന് വന്ന് കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയ്യോ ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ എല്ലാ ദിവസവും 4 മണി to 6 മണി വരെ പുറത്തേക്ക് പോകുന്ന ഒരു സമയമാണെന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് അതിന് ശേഷം ഒരു ദിവസം കാണാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കുന്നിന്റെ മുകളിലൊക്കെ എത്തുന്ന സമയത്ത് ശ്രീലത ഒരു സാധാരണ സ്ത്രീയുടെ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് വിറക് ശേഖരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കാലിൽ എന്തോ ഒരെണ്ണം കുത്തുന്നുണ്ട്. അപ്പൊ ഹായ് ലേഡി എന്ന് പറഞ്ഞിട്ട് ജോസ് പ്രകാശ് വിളിക്കുന്നു, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നു. അപ്പൊ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവളുടെ അടുത്ത് ശൃംഗരിക്കാനും കയറി പിടിക്കാനും കൂട്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവൾ ഉന്തി മാറ്റുന്നു. അപ്പൊ തന്നെ വേഷം മാറിയിട്ട് പ്രേം നസീർ അവിടെ ഉണ്ടാവും. പൂരടി ജോസ് പ്രകാശിന് നല്ല കിടുക്കനായിട്ട് അടി കിട്ടുന്നുണ്ട്. എന്നിട്ട് ജോസ് പ്രകാശ് ഓടിപ്പോയിട്ട് അവിടെ എത്തുമ്പോൾ പ്രേം നസീർ വീണ്ടും അയാളെ കാണിക്കണം. അപ്പൊ ജോസ് പ്രകാശ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ഒരു പെണ്ണിനെ കണ്ടു, ഞാൻ അതിന്റെ പുറകെ പോയപ്പോ വേറൊരുത്തം വന്നിട്ട് ഗംഭീര ഇടിയായിരുന്നു, എന്റെ 2 പല്ലാണ് തെറിച്ചത് നസീർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നസീർ ഇങ്ങനെ തമാശക്ക് ചിരിച്ച് ശരി എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു ജോസ് പ്രകാശിന്റെ ഒരു ഫംഗ്ഷനാണ്. ജോസ് പ്രകാശിന്റെ ആ ഒരു വലിയ ഹോട്ടലിൽ 1 വർഷം പൂർത്തിയാക്കിയതിന്റെ അങ്ങോട്ട് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ നസീറിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതിന് ബാങ്കിലത്തെ റോയൽ ബാങ്കിന്റെ മറ്റേ നമ്മുടെ അടൂർ ബാസി ആൻഡ് ഫാമിലിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ അടൂർ ബാസിയുടെ മോളെ, അതായത് ബാങ്ക് മാനേജർ ഉണ്ടല്ലോ നമ്പ്യാരുടെ മോളെ കാണാണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടിന്റെ ഇടയിലാണ് കാണാതെയാവുന്നത്. ആ സമയത്ത് ജോസ് പ്രകാശ് ഇറങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രേം നസീർ ഇത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങണം. അപ്പൊ ജോസ് പ്രകാശിനോട് ചോദിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്? അല്ല, അങ്ങനെ ഒരു മിസ്സിംഗ് നടന്നിട്ടുണ്ട്, ഞാനത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം. ഓക്കെ നസീർ എന്ന് പറഞ്ഞിട്ട് ജോസ് പ്രകാശ് ഒഴിക്കുന്നു. പ്രേം നസീർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാദർ ഫെഡറിക് അപ്പുറത്തുനിന്ന്
നടന്നു വരുന്നുണ്ട്. അപ്പൊ എന്താ ഫാദർ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് വെച്ചാൽ. അപ്പൊ പറഞ്ഞു, എന്താ ഈ രാത്രി 11:30-ക്കോ എന്ന് ചോദിക്കുന്നു. എന്റെ സമയം ഇതാണ് എന്ന് പറയാം. അപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് സംശയമുള്ളവരോടൊക്കെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറയാം. പിന്നെ അങ്ങനെ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനിടയിൽ ഈ വില്ലന്മാര് നമ്മുടെ ബാസിന്റെയും കൂടിയിട്ട് തട്ടിക്കൊണ്ടുവരികയാണ്. തട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ പറയാണ്, നീ ഒരു കാര്യം ചെയ്യണം. അത് ബാസി എന്ന് പറഞ്ഞാൽ നമ്പ്യാരെ തട്ടിക്കൊണ്ടുവരികയാണ്, നമ്മുടെ റോയൽ ബാങ്ക് മാനേജർ. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന എല്ലാ പൈസ ഇടപാടുകളും ഞങ്ങളുടെ വ്യാജ നോട്ടുകളെ വെളുപ്പിക്കാൻ സഹായിക്കണം. അപ്പോൾ നമ്പ്യാർ പറയുന്നുണ്ട്, നടക്കില്ല, ഞാൻ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കില്ല, തെറ്റ് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരു ഉറച്ച നിലപാടാണ്. അപ്പൊ പെൺകുട്ടിയെ കാണിക്കും, തന്റെ മോള് ഇവിടെ ഉണ്ടെന്നുള്ള മറക്കണ്ട. അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, കൊന്നുകളഞ്ഞാലും ശരി ഞാനത് ചെയ്യില്ല എന്ന് പറയാം. അപ്പൊ ശരി, കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് മറ്റേ ഒരാൾ, ഇയാളെ കൊല്ലണ്ട, വേറൊരു പണിയുണ്ട് എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ വേറൊരാളെ ശരിക്കും ഇയാളുടെ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ടാക്കി ഇയാളെ പോലെ ആക്കിയിട്ട് ഇയാളുടെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ ചെയ്യാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതപ്പോ മൂന്നാമത്തെ അടൂർ ബാസിയായി. അപ്പൊ അങ്ങനെ ആളവിടെ എത്തുന്നു. അപ്പൊ ഇങ്ങനെ മൂക്കിന്റെ ഇടയിൽ ഇങ്ങനെ വിരലൊക്കെ ഇടുന്ന ഒരു പ്രകൃതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഭാര്യ ചോദിക്കുന്നു, എന്ത് പറ്റി, നിങ്ങളുടെ സംസാരത്തിന് എന്താ ഒരു വല്ലായിക, എന്താണ് ശബ്ദത്തിന്റെ പ്രയാസം? അങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒക്കെ വല്ലാത്തൊരു അവസ്ഥയൊക്കെ കാണിക്കുന്നത്. പക്ഷെ ബുദ്ധിപരമായിട്ട് ഇയാൾ കുട്ടികളുടെ ബുക്ക് തുറന്നു നോക്കി പേരെന്താന്നും ഓരോ സംസാരത്തിൽ നിന്ന് അടൂർ ബാസിയുടെ ഭാര്യയുടെ പേരെന്താന്നും കമലം എന്നുള്ളതൊക്കെയാണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്റെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോയിട്ട് ഒപ്പിട്ട് പഠിക്കുക. കാരണം എങ്കിലാണല്ലോ തന്റെ പണമിടപാടുകളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മുടെ വിൻസെന്റ് നമ്മുടെ ക്യാഷ്യറുടെ അടുത്ത് എത്തിയിട്ട് പറയുന്നുണ്ട്, അവിടെ പുതിയ മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ ഏജന്റ് തന്നെയായിരിക്കും. അപ്പോൾ ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, കാരണം ആൾക്ക് ബാങ്കിനെ പറ്റി യാതൊരു കാര്യങ്ങളില്ല, താങ്കൾ വേണം അത് ഡീൽ ചെയ്യാൻ, അറിയാലോ എന്ന് പറയുന്നു. ഞാൻ വേണ്ട ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഇയാൾ അവിടെ വരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ഈ ക്യാഷ്യർ ഡീൽ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഏത് നമ്മുടെ അടൂർ ബാസിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വരുന്നതിന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ CID അടൂർ ബാസി ഉണ്ടല്ലോ. അപ്പൊ പുള്ളി പെട്രോൾ, അതായത് നേരത്തെ പെട്രോൾ ഈ കഥ തുടങ്ങുന്ന സമയത്തുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും വിൻസെന്റ് വീണ്ടും അവിടെ തന്നെ പെട്രോൾ അടിക്കുന്നത് കാണും. അപ്പൊ മുതലാളിക്ക് അത് കാര്യം മനസ്സിലായിട്ട് നേരെ അടൂർ ബാസിനോട് വിളിച്ചു പറയും. അപ്പൊ പെട്ടെന്ന് തന്നെ അടൂർ ബാസി ഇയാളെ ചേസ് ചെയ്യാണ്, വിൻസെന്റ് സഞ്ചരിച്ച കാറിനെ ചേസ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ചേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാർ കൊക്കയിലേക്ക് വീഴുന്നത് കാണിക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അടൂർ ബാസി അവിടെ നോക്കുമ്പോൾ അവിടെ മൃതദേഹമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ അത് പ്രേം നസീറിനോട് പറയുമ്പോൾ, ഉറപ്പാണോ അവിടെ കത്തി അമർന്ന കാറിൽ നിന്ന് പോലും മൃതദേഹം കണ്ടില്ല? അങ്ങനത്തെ ഒരു അവസ്ഥയില്ല എന്ന് തീർത്തും പറയണം. അപ്പൊ പ്രേം നസീർ പറഞ്ഞു, നമ്മൾ കരുതിയേക്കാൾ ശക്തരും ബുദ്ധിമാന്മാരുമാണ് നമ്മുടെ എതിരാളികൾ, നമുക്ക് നോക്കാം എന്നുള്ളത് പറയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫാദറിന്റെ അടുത്തേക്ക് ജോർജ് മാത്യു എന്ന വൃദ്ധനായിട്ട് നമ്മുടെ പ്രേം നസീർ അവിടെ വേഷം അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ അവിടെ ഒരു ഫോട്ടോയിൽ ഒരു ലേഡിയുടെ ഫോട്ടോ കാണുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ആ ലേഡി അന്ന് CID ഓഫീസിൽ രാത്രി എത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തുടക്കത്തിലാണ് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പിന്നിലേക്ക് പോകണം നമ്മൾ. അപ്പൊ അവിടെ എത്തുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ധാരാന്നൊക്കെ ചോദിക്കുന്നു. അവര് സാധന എന്നാണ് ആ ലേഡിയുടെ നമ്മുടെ പടത്തിലെ പേര്. റീത്ത എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അവിടെ വരുന്നു, എനിക്ക് എന്തെങ്കിലും ജോലി തരണം എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ജോലിയൊക്കെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പൊ നേരെ വീണ്ടും നമുക്ക് പ്രസന്റിലേക്ക് വരാം. അവിടെ ആ സമയത്ത് പ്രേം നസീർ നമ്മുടെ ശങ്കരയ്യരായിട്ട് ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? വിൻസെന്റ് വരുന്നുണ്ട്, ബഹദൂർ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ നിലപാടുകൾ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് പോകുന്നത്. ഈ രണ്ട് വേഷപ്പകർച്ചകളും പ്രേം നസീർ കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോർജ് മാത്യു ആയിട്ടും ശങ്കരയ്യരായിട്ടുള്ള വേഷങ്ങളൊക്കെ അതിഗംഭീരമാണ്. അതൊക്കെ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനുശേഷം കാണിക്കുന്ന വിജയശ്രീയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, റാണി. ഈ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റേ അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ട് അവിടെ നിൽക്കണം. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വഴിവിട്ടൊന്നും പോയിട്ടില്ല അമ്മയെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിനിടയില് അവിടെ ഗുണ്ടാ തലവന്മാര് പറയുന്നുണ്ട്, മറ്റേ വിൻസെന്റ് ഒക്കെ പറയുന്നുണ്ട്, 2 ദിവസമായി നമ്മുടെ റാണിയെ ഇവിടെ കണ്ടിട്ട് വേഗം ആളെ പിടിച്ചോണ്ട് വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ റാണിയെ പിടിച്ചുകൊണ്ട് വരുന്നു. റാണിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല, അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കില്ല, നീ ഇപ്പൊ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലുന്ന അവിടെ അറബിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു പാട്ടും ഡാൻസും ഒക്കെയാണ് നടക്കുന്നത്. അത് കഴിയുമ്പോൾ ഇതിന്റെ ഇടയിൽ മദ്യത്തിന്റെ ലഹരിയിൽ എല്ലാവരും ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് റാണി ഒരു കാര്യം ചെയ്യും,
നമ്മുടെ ബാങ്ക് മാനേജർ ആയിട്ടുള്ള അടൂർ ബാസിനി മോളെ തുറന്നു വിടുമ്പോൾ അവർ ഓടുന്ന സമയത്ത് പെട്ടെന്ന് വിൻസെന്റ് വെടിവെച്ച് കൊല്ലുകയാണ് റാണിയെ. അപ്പൊ റാണി അവിടെ നിന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളൊന്നും അധികകാലം രക്ഷപ്പെട്ട് നടക്കില്ല, നിങ്ങൾ വല്ലാതെ താമസിയാതെ തന്നെ പിടിക്കപ്പെടും എന്ന് റാണി പറയുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ 3 ലേഡികളും ഒരാണിനും കൊണ്ടിട്ട് അവിടെ വരുന്നുണ്ട്. 3 ലേഡികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധന, അതേപോലെ ശ്രീലത, അതേപോലെ നമ്മുടെ അടൂർ ബാസിയില് നമ്മുടെ CID പുള്ളി ലേഡി വേഷം കെട്ടിയിട്ട്, പിന്നെ പ്രേം നസീർ വേറൊരു വേഷത്തിലുമാണ്. അങ്ങനെ 3 പേരും കൂടിയിട്ട് അവിടെ വരികയാണ്. അപ്പൊ അതിനിടയിൽ അതില് അടൂർ ബാസി സ്ത്രീ വേഷം കെട്ടിയെന്ന് പറഞ്ഞ ഒരു പ്യുവർ ലേഡി തന്നെയാണ്. അതിൽ യാതൊരു നമുക്കൊരു ചെറിയൊരു ധാരണ പോലും അല്ല. നമ്മളിത് അടൂർ ബാസിയാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നു മാത്രം. അതല്ലെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. എനിവേ, അപ്പൊ അങ്ങനെ നല്ല കുഞ്ചിക്കൊഴയിലൊക്കെ ചെയ്യണം. അപ്പൊ എനിക്കൊന്നും ബാത്റൂമിൽ പോകണം എന്ന് പറയണം. അപ്പൊ അങ്ങനെ ശരി ബാത്റൂമിൽ പോയിട്ട് വരൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ബാത്റൂമിലേക്ക് കയറിയിട്ട് നമ്മുടെ അടൂർ ബാസി പറയാണ് പെട്ടെന്ന് മറ്റേ ഓഫീസർമാരോടാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വളയണം, ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഈ അറബി ഇയാളെ കയറി ആലിംഗനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുടി ഒന്ന് ഇളകും. അപ്പൊ മനസ്സിലാവും വെപ്പ് മുടിയാണ്, ഇവര് CID-കളാണെന്നുള്ള മനസ്സിലാവും. പിന്നെ ചറപറാട്ടി അത് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ലോഹയൊക്കെ ഇട്ടിട്ട് കറുത്ത മുഖംമൂടി അടിച്ചിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആളെ പിടിച്ചിട്ട് വരുമ്പോൾ മുഖംമൂടി മാറ്റുന്ന സമയത്ത് അത് നമ്മുടെ പത്രാധിപര് നടത്തറ രാജപ്പൻ, അതായത് ബഹദൂർ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രേം നസീർ പറയുന്നുണ്ട്, നിങ്ങൾ അത്രയും ഈ ലോഹയെ അപമാനിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട സമുദായത്തിനെ നിങ്ങൾ അവഹേളിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. വീണ്ടും പ്രേം നസീറും കാര്യങ്ങളൊക്കെ മടങ്ങുന്നു. ഇതാണ് സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം. ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, കാരണം ഈ വീഡിയോക്ക് ലെങ്ത് കൂടുതലാണ്. അപ്പം മാക്സിമം ട്രിം ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ പറയുകയാണെങ്കിൽ എനിക്ക് ചില കഥാപാത്രങ്ങളെ എനിക്ക് പ്യുവറായിട്ട് മനസ്സിലായിട്ടില്ല. അതെനിക്ക് തോന്നുന്നു CID നസീറിന്റെ ഉള്ള അതേ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഇതിലേക്ക് ഉണ്ടാകുമായിരിക്കാം. ഞാൻ പ്രത്യേകിച്ച് ഒരു CID ഓഫീസൊക്കെ കാണിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ. അതർവൈസ് നമുക്ക് ഈ സിനിമ അത് കാണാതെ ഇത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. നല്ല രസമാണ്. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു സിനിമ എന്നല്ല, നല്ലൊരു ഫണ്ണായിട്ട് നല്ലൊരു പോകുന്ന ഒരു മൂവിയാണ്. അപ്പൊ നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപോകാം. നമ്മളെ അധികം ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നല്ല. നല്ല രസം ഉണ്ടായിരുന്നു. പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ നല്ലൊരു ഇമ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിക്കാർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ലോജിക്ക് അതിഗംഭീരമായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ 100 രൂപ, നമുക്കറിയാം നമ്മുടെ കുറച്ച് കാലഘട്ടം മുമ്പ് ഈ 100-ന് പകരം 500 രൂപയുടെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അന്നും ഇന്നും പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ് ടാക്സിക്കാർ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സിനിമ. ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണുമ്പോഴാണ് നമ്മൾ സേതുരാമയ്യർ CBI പോലെയൊക്കെ സീരീസ് ഒക്കെ തന്നെ മുമ്പേ ഉണ്ടായിരുന്നു, CID നസീർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ. അതേപോലത്തെ മലയാളത്തിൽ വേറെ എന്തെങ്കിലും സീരീസുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഞാനിപ്പോ ഇനി CID നസീർ കാണണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തണം. കാരണം ഇതാരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ആവുമല്ലോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.